നമസ്തേ. ശ്രീകൃഷ്ണ കഥയുടെ 4ാമത്തെ ഭാഗമാണ് പറയുന്നത്. പീലികൾ തിരുകിയ വാർമുടിക്കെട്ടും പൊന്നേലസ് കിലുങ്ങിടും അരയിൽ മഞ്ഞപ്പട്ടും ചെന്തളിർ കയ്യിലൊരു പൊന്നോടക്കുഴലും ഹാ ഹന്ത കൈതൊഴാം തൊഴാം അമ്പാടി മണിക്കുഞ്ഞേ. നിറുകയിൽ മയിൽപ്പീലി തിരുകിയ മഞ്ഞപ്പട്ടു ചുറ്റിയ ഓടക്കുഴൽ പിടിച്ച് മുട്ടിൽ നിൽക്കുന്ന ഒരു വെണ്ണക്കണ്ണനെ ഇത് കേൾക്കുമ്പോഴൊക്കെ മനസ്സിൽ ഇങ്ങനെ സങ്കല്പിക്കുക. നമ്മൾ 3ാമത്തെ ഭാഗത്ത് പറഞ്ഞു നിർത്തിയത് ബലരാമനും കൃഷ്ണനും ഗോപകുട്ടികളും കൗമാരത്തിൽ എത്തിയിരിക്കുന്നു. ഇനി അവർ പശുക്കുട്ടികളെയല്ല, പശുക്കളെ തന്നെ മേയ്ക്കട്ടെ എന്ന് അച്ഛനമ്മമാർ വിധിച്ചു. കൃഷ്ണൻ വേഗം സമ്മതം മൂളുകയും പശുക്കളാകുമ്പോൾ കാടിൻ്റെ ഉള്ളിലേക്കും പോകാലോ. കൃഷ്ണൻ ഇങ്ങനെ പശുക്കളെ മേയ്ക്കാൻ തുടങ്ങിയത് കാർത്തിക മാസത്തിലെ ശുക്ലാഷ്ടമി ദിവസമായിരുന്നു. അതിനാൽ ആ ദിവസത്തിന് ഗോപാഷ്ടമി എന്ന് പ്രസിദ്ധി വന്നു. കാട്ടിൽ കുട്ടികൾക്ക് നല്ല രസമായിരുന്നു. പലതരം വൃക്ഷങ്ങൾ, വള്ളിക്കുടിലുകൾ, പക്ഷികൾ, വണ്ടുകൾ, ചിത്രശലഭങ്ങൾ, അങ്ങനെ പ്രകൃതി ഒരുക്കിയ എല്ലാ സൗന്ദര്യവും ഗാംഭീര്യവും കോരിയൊഴിച്ച ഒരു സ്ഥലമായിരുന്നു ആ കാട്. ഒരു ദിവസം രാവിലെ പതിവ് പോലെ നേരത്തെ കൃഷ്ണൻ ഉണർന്നു. ഏട്ടനെയും വിളിച്ചുണർത്തി. അമ്മ കീർത്തനങ്ങൾ പാടിക്കൊണ്ട് തൈര് കടയുന്ന ശബ്ദം കേൾക്കുവാനുണ്ട്. അച്ഛൻ പുറത്തളത്തിലിരുന്ന് പതുക്കെ മന്ത്രം ജപിക്കുന്നു. വ്രജങ്ങൾ പൂർണ്ണമായി ഉണർന്നു കഴിഞ്ഞിട്ടില്ല. തൊഴുത്തിൽ പശുക്കൾ എഴുന്നേറ്റ് നിൽക്കുന്നതിൻ്റെയും മൂത്രമൊഴിക്കുന്നതിൻ്റെയും ശബ്ദങ്ങൾ കേട്ടു. കൃഷ്ണൻ രാമനോട് പറഞ്ഞു, നമുക്കിന്ന് നേരത്തെ പോവാം, ഊണ് കാട്ടിൽ തന്നെ മതി. എന്താണ് കാര്യമെന്ന് രാമൻ ചോദിച്ചില്ല. കൃഷ്ണൻ എന്ത് കാര്യമാണാവോ ഉള്ളിൽ കണ്ടത്. അമ്മയോടും പറഞ്ഞു, ഇന്ന് നേരത്തെ പോവണം. അങ്ങനെ കൂട്ടിൽ വെച്ചിരുന്ന കൊമ്പെടുത്ത് കൃഷ്ണൻ ഉറക്കെ വിളിച്ചു. ആ കൊമ്പുവിളി പ്രസിദ്ധമാണ്. കൃഷ്ണൻ്റെ കൊമ്പുവിളി വൃന്ദാവനമാകെ മുഴങ്ങും. വ്രജവാസികൾക്കറിയാം ഈ കൊമ്പുവിളിയുടെ അർത്ഥം. ഗോപന്മാരും അവരുടെ കാലിക്കൂട്ടങ്ങളും ഉച്ചഭക്ഷണവും കയ്യിലെടുത്ത് നേരത്തെ നന്ദവ്രജത്തിലെത്തി. ഒരുങ്ങി നിൽക്കുന്ന രാമകൃഷ്ണന്മാരെ കൂട്ടി അവർ കാട്ടിലേക്ക് പോയി. കാട്ടിലെത്തിയപ്പോൾ കൃഷ്ണൻ പശുക്കൂട്ടങ്ങളോട് പറഞ്ഞു, അതാ ആ ഇറക്കത്തിൽ നല്ല ഇളം പുല്ലുണ്ട്, നിങ്ങളത് തിന്നോളിൻ. ഞങ്ങളിവിടെ ഈ യമുനാ തീരത്തുണ്ടാവും. പശുക്കൾ തലയാട്ടിക്കൊണ്ട് കുട്ടികളെയും കൂട്ടി നടന്നു. രാമകൃഷ്ണന്മാരും കൂട്ടരും നേരെ നടന്നപ്പോൾ ഇന്നലെ വരെ കാണാത്ത ഒരു കൂറ്റൻ ഗുഹ അവിടെ കണ്ടു. ഇതെന്താണ്? കണ്ടാൽ ഗുഹയാണെന്ന് തോന്നും, പക്ഷേ ഒരു പെരുമ്പാമ്പിൻ്റെ വായ പോലെ ഉണ്ടല്ലോ, സുധാമാവ് പറഞ്ഞു. കൂട്ടുകാരൊക്കെ അത് കേട്ട് ചിരിച്ചു. ഇത്ര വലിയ പെരുമ്പാമ്പോ? കുട്ടികൾക്ക് കുസൃതി തോന്നി. നമുക്ക് ആ ഗുഹയിൽ കടന്നു നോക്കാം. അപ്പോൾ ഭരതന് കുറച്ചൊരു ഭയമായി. അയ്യോ, ഇത് പെരുമ്പാമ്പ് തന്നെയാണെന്ന് തോന്നുന്നിട്ടോ. ആകാശത്ത് ഉയർന്നു നിൽക്കുന്ന ആ മുകൾ ഭാഗം നോക്കൂ. പേടിച്ചു നിൽക്കുന്ന ഭരതനെ പിടിച്ചു വലിച്ച് വിഷ്ടഭൻ നേരെ നടന്നു. അത് വൃന്ദാവന ഭംഗിയാണ് കൂട്ടുകാരെ. ഇവിടെ പല പല അത്ഭുതങ്ങളും കാണുമെന്ന് എൻ്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. വൃന്ദാദേവി സംരക്ഷിക്കുന്ന സ്ഥലമല്ലേ ഇത്. അങ്ങനെ അത്ഭുതം കാണാനുള്ള കൗതുകത്തോടെ ഗോപകുട്ടികൾ വേഗം വേഗം ഗുഹയിൽ കടന്നു. അവർ കൂടെ പിന്നിലേക്ക് നോക്കി. കൃഷ്ണൻ എന്താ കടക്കാത്തത്? അപ്പോൾ സുധാമാവ് കണ്ടു. ആ കൂറ്റൻ ഗുഹയുടെ മുകളിലേക്ക് നോക്കി കൃഷ്ണൻ കണ്ണുകൊണ്ട് എന്തോ കാണിക്കുന്നു. എല്ലാവരും ഗുഹയിൽ കടന്ന ശേഷമാണ് കൃഷ്ണൻ കടന്നത്. ഉടനെ ആ ഗുഹാദ്വാരം അടഞ്ഞു. ഗുഹയിലാകെ ഇരുട്ട്, ദുർഗന്ധം, അസഹ്യത, ഭയം. ഗോപകുട്ടികൾക്ക് കരയാൻ പോലും പറ്റുന്നില്ല. അവർക്ക് ശബ്ദമില്ല. അവർ കൃഷ്ണനെ ഉള്ളിൽ കണ്ടുകൊണ്ട് ശരണാർത്ഥികളായി. അപ്പോൾ കൃഷ്ണൻ ഒരു പണി പറ്റിച്ചു. ഗുഹാദ്വാരത്തിൽ നിന്നുകൊണ്ട് സ്വന്തം രൂപം വലുതാക്കി. കൃഷ്ണൻ ഗുഹയിൽ നിറഞ്ഞപ്പോൾ ഗുഹാദ്വാരം പതുക്കെ ഒന്ന് തുറന്നു. കൃഷ്ണൻ അത് കൈകൊണ്ട് അടച്ച് ശരീരം പിന്നെയും വലുതാക്കി. ഗുഹ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്നുരുളുന്നത് പോലെ കുട്ടികൾക്ക് തോന്നി. അവസാനം ഒരു വലിയ ശബ്ദത്തോടെ ഗുഹ പൊട്ടിപ്പിളർന്നു. ഹാവു, ഇരുട്ടുപോയി, വെളിച്ചം പരന്നു. കുട്ടികൾ കണ്ണു തിരുമ്മി പുറത്ത് കടന്നപ്പോഴാണ് നടുങ്ങി നിലവിളിച്ചു പോയത്. അവർ ഇത്ര നേരവും ഇരുന്നത് ഒരു പെരുമ്പാമ്പിൻ്റെ വയറ്റിലായിരുന്നു. എന്നാൽ വേറെ ഒരു അത്ഭുതമാണ് അവരെ കൂടുതൽ അമ്പരപ്പിച്ചത്. ആ പെരുമ്പാമ്പിൻ്റെ മൂർധാവിൽ നിന്നും ഒരു പ്രകാശം ഉയർന്നു വന്ന് കൃഷ്ണന് ചുറ്റും പരക്കുന്നു. അതും മെല്ലെ കൃഷ്ണൻ്റെ മാർഗത്തിലേക്ക് ചേർന്ന്. അങ്ങനെ കുട്ടികളെല്ലാം ഇങ്ങനെ അമ്പരന്ന് പരസ്പരം നോക്കി. അവരെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് കൃഷ്ണൻ വന്ന് കെട്ടിപ്പിടിച്ചപ്പോൾ അവരുടെ ഭയമെല്ലാം മാഞ്ഞുപോയി. കൃഷ്ണൻ ഒപ്പമില്ലായിരുന്നുവെങ്കിൽ എന്താവുമായിരുന്നു സ്ഥിതി? രക്ഷപ്പെട്ടതിലെ സന്തോഷം അടക്കാൻ കഴിയാതെ അവർ കൃഷ്ണന് ചുറ്റും നിരന്ന് നൃത്തം വെച്ചു. കൃഷ്ണ കൃഷ്ണ ഗോപാലകൃഷ്ണ എന്ന് പാടിക്കൊണ്ട്. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, മതി മതി, ഇനി നമുക്ക് ഊണ് കഴിക്കാം. പാമ്പും ചേമ്പുമായിട്ട് സമയം പോയി. എല്ലാവരും ഇങ്ങനെ ഊണ് കഴിക്കാനായിട്ട് വരുവിൻ എന്ന് കൃഷ്ണൻ വിളിച്ചു. അങ്ങനെ കുട്ടികൾ ഉണ്ണുവാനൊരുങ്ങി. അമ്മമാർ കൊടുത്തയച്ച ചോറിൻ പൊതികൾ ഉറികളിലാക്കി മരക്കൊമ്പത്ത് കെട്ടി തൂക്കിയിട്ടിരുന്നു. എല്ലാവരും കൈ കഴുകി വന്ന് അതെടുത്തു. അപ്പോൾ ഒരു പ്രശ്നം, എല്ലാവർക്കും കൃഷ്ണൻ്റെ അടുത്തിരിക്കണം. സുധാമാവ് തിക്കി തിരക്കി വന്ന് ആദ്യം തന്നെ ഉറപ്പിച്ചു, ഞാൻ കൃഷ്ണൻ്റെ അടുത്ത്. അപ്പോൾ ഭരതനും വിഷ്ടഭനും ചഞ്ചലനുമെല്ലാം അവരുടെ മോഹം പറഞ്ഞു.
അല്ലല്ല, ഞാനാണ് കൃഷ്ണൻ്റെ അടുത്ത്. കൃഷ്ണൻ ശാന്തനായി ആ തർക്കം തീർത്തു. ഞാൻ നടുവിലിരിക്കാം, ചുറ്റും വട്ടത്തിൽ നിങ്ങൾ ഇരുന്നാൽ മതി. അപ്പോൾ ഒരാൾക്ക് മാത്രമല്ലേ കൃഷ്ണന്റെ മുഖം കാണാൻ കഴിയൂ? ഖേദപൂർവ്വം നിരഞ്ജനൻ പറഞ്ഞു. മറ്റുള്ളവർ അത് ശരിവെച്ചു. ഓ, അത് ശരി, കൃഷ്ണൻ പറഞ്ഞു. ഏതായാലും നിങ്ങൾ ഇരിക്കുവിൻ, എനിക്ക് വല്ലാതെ വിശക്കുന്നു. അങ്ങനെ അവർ വട്ടത്തിലിരുന്നു. നടുവിൽ കൃഷ്ണനും. സുദാമാവിന് സന്തോഷമായി. കൃഷ്ണൻ നോക്കുന്നത് എന്നെ തന്നെ. ഭരതനും തൃപ്തിയായി. ഞാൻ കൃഷ്ണന്റെ നേരെ മുന്നിൽ തന്നെ. കൃഷ്ണൻ എന്നെയാണ് നോക്കുന്നത്. വിഷ്ടഭനും ചൈതന്യനും നിരഞ്ജനും മറ്റെല്ലാ കുട്ടികൾക്കും ഇതേ അനുഭവം തന്നെയായിരുന്നു. കൃഷ്ണൻ എൻ്റെ മുന്നിൽ തന്നെ, നോക്കിച്ചിരിക്കുന്നത് എന്നെ തന്നെ. അവരിൽ നിറഞ്ഞു നിന്ന സന്തോഷാധിക്യത്താൽ ഇങ്ങനെ അനേകം മുഖങ്ങളുണ്ടോ കൃഷ്ണനെന്ന് ആർക്കും ചോദിക്കാൻ തോന്നിയില്ല. അവരറിഞ്ഞില്ല അവരെ കാണുന്നത് സ്വന്തം ജീവചൈതന്യത്തിൻ്റെ മൂർത്തിയെയാണെന്ന്. അവർ വലിയ ഉത്സാഹത്തോടെയാണ് ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയത്. പൊതികൾ അഴിച്ചപ്പോൾ അമ്മമാർ കൊടുത്തയച്ച പലഹാരങ്ങൾ അവർ പരസ്പരം കൈമാറി. എല്ലാവരും സ്വന്തം പൊതിയിൽ നിന്ന് ഒരു കരോലപ്പമോ വറുത്തുപ്പേരിയോ കൃഷ്ണന് കൊടുത്തു. കൃഷ്ണൻ അവർക്ക് ഓരോ ഉരുളയാണ് കൊടുത്തത്. നെയ്യ് കൂട്ടിക്കുഴിച്ച ഉരുളയിൽ വറുത്തുപ്പേരി പതിച്ചത്. ഓരോരുത്തരോടും ഓരോ കഥയും പറഞ്ഞു. സുദാമ കൃഷ്ണന്റെ ഉരുള കണ്ടപ്പോൾ ഉറക്കെ പറഞ്ഞുപോയി, ഹായ്, ഇത് ചോറല്ല, അമൃതാണ്, ശരിക്കും അമൃത്. മറ്റുള്ളവർക്കും അത് തന്നെ തോന്നി. എല്ലാവർക്കും കൊടുത്ത ശേഷമാണ് കൃഷ്ണൻ ഊണ് തുടങ്ങിയത്. ആ രൂപം കുട്ടികൾ നോക്കിയിരുന്നു. കുട്ടികൾ മാത്രമല്ല, വൃക്ഷക്കൊമ്പിലെ കാക്കയും കുയിലും തത്തയും ചെമ്പോത്തും യമുനാ നദിയിലെ വിടർന്ന താമരയിൽ മൂളിപ്പറന്നു വന്നിരുന്ന വണ്ട് പോലും കൃഷ്ണന്റെ ചേതോഹര രൂപം കണ്ണിമയ്ക്കാതെ കണ്ടിരുന്നു. കൃഷ്ണൻ വയറിന്മേൽ ഒരു രണ്ടാം മുണ്ട് കെട്ടിയിരുന്നു. അതിൻ്റെ അടിയിലാണ് ഓടക്കുഴൽ തിരുകിയത്. ഇടത്തെ കഷത്തിൽ കൊമ്പും കാലിക്കോലും, വലത്തെ കൈയിൽ ചോറുരുള. പുഞ്ചിരി തൂകിക്കൊണ്ട് എല്ലാവരെയും നോക്കുന്നു. കുട്ടികൾക്ക് കൃഷ്ണന്റെ മുഖത്ത് നിന്ന് കണ്ണെടുക്കാൻ തോന്നുന്നില്ല. ഊണ് കഴിയാറായപ്പോഴാണ് കൃഷ്ണൻ അകലെ പുൽമേട്ടിലേക്ക് നോക്കിയത്. അല്ല, നമ്മുടെ പശുക്കുട്ടികൾ എവിടെ പോയി? കാണുന്നില്ലല്ലോ. അവ പുല്ല് നോക്കി പോയതാവുമെന്ന് കൂട്ടുകാർ പറഞ്ഞു. അപ്പോൾ ഭഗവാൻ പറയുകയാണ്, അത് പതിവില്ലല്ലോ. ഇതുപോലെ വല്ല പെരുമ്പാമ്പോ കൊറ്റിയോ വന്നിട്ടുണ്ടാവുമോ? ഞാനൊന്ന് നോക്കിയിട്ട് വരാം. കൃഷ്ണൻ കയ്യിൽ പിടിച്ച ഉരുളയുമായി എഴുന്നേറ്റു. വേണ്ട കൃഷ്ണ, ഒറ്റയ്ക്ക് പോണ്ട. ഊണ് കഴിഞ്ഞ് നമുക്ക് ഒന്നിച്ചു പോവാം, ഞങ്ങളും വരാം. പക്ഷേ കൃഷ്ണന് ഇരിക്കപ്പൊറുതി ഉണ്ടായില്ല. കാടല്ലേ, വല്ല അപകടവും വന്നാലോ? കൃഷ്ണൻ ഉറക്കെ കൊമ്പ് വിളിച്ചു. പിന്നെ പശുക്കളുടെ പേര് വിളിച്ച് 4 പാട് ഓടി. ലളിതേ, മണ്ഡലേ. അപ്പോൾ ഒരു മറു ശബ്ദവുമില്ല. അവിടെയൊന്നും ഒരു നാൽക്കാലിയേ ഇല്ല. എവിടെ പോയി? കൃഷ്ണൻ കാട്ടിലൂടെ വളരെ ദൂരം നടന്നു. പിന്നെ ആ മണ്ണിൽ തന്നെ നിന്നു. ആകാശത്തേക്ക് നോക്കി. അപ്പോൾ എല്ലാം തെളിഞ്ഞു. ബ്രഹ്മദേവൻ സ്വന്തം മായ കൊണ്ട് പശുക്കളെ മറച്ചിരിക്കുന്നു. അത് ശരി. കൃഷ്ണൻ ഒന്ന് മന്ദഹസിച്ച് തലകുലുക്കി. ബ്രഹ്മമായയെ ഭേദിച്ച് സ്വന്തം ശക്തി കാണിക്കണോ? വേണ്ട, ബ്രഹ്മാവ് സന്തോഷിച്ചോട്ടെ. അപ്പോൾ കൃഷ്ണൻ സ്വന്തം സഖാക്കളുടെ അടുത്തേക്ക് തിരിച്ചു പോന്നു. പോരുമ്പോൾ ആലോചിച്ച് കൂട്ടുകാരോട് എന്തു പറയും? പശുക്കളെ കണ്ടില്ല എന്ന സത്യം അറിയുമ്പോൾ അവർ തളരില്ലേ? കൃഷ്ണൻ ഒരു നിമിഷം യോഗാരൂഢനായി നിന്നു. അപ്പോൾ അണിമാദികളായ 8 സിദ്ധികളും അവരുടെ ദേവതകളും തൊഴുതു മുന്നിൽ വന്നു നിന്നു. അവരെ ഉപയോഗിച്ച് കാണാതായ കാലിക്കൂട്ടത്തെ അതുപോലെ തന്നെ പുതുതായി ഉണ്ടാക്കി. അവയെ ആട്ടിത്തെളിച്ച് സമാധാനത്തോടെ മണൽത്തട്ടിൽ ചെന്നപ്പോൾ അവിടെ ആരെയും കാണാനില്ല. ഇതെന്തു പണി? കൃഷ്ണൻ അപ്പോഴും ഒന്ന് പുഞ്ചിരി തൂകി. ഇതും ബ്രഹ്മാവിൻ്റെ പണി തന്നെ. പക്ഷേ കൂട്ടുകാരില്ലാതെ എങ്ങനെ വ്രജത്തിൽ തിരിച്ചു ചെല്ലും? അവരുടെ അച്ഛനമ്മമാരോട് സമാധാനം പറയണ്ടേ? തനിക്ക് കൂട്ടുകാർ വേണ്ടേ? എന്തായാലും ശരി, വഴിയുണ്ടാക്കാം. കൃഷ്ണൻ ആ മണൽത്തട്ടിൽ നിന്ന് കണ്ണടച്ചു. 1, 2, 3 യോഗവിദ്യ ഉണർന്നു. സൃഷ്ടി നടത്തി. കണ്ണു തുറന്നപ്പോൾ മുന്നിൽ വട്ടത്തിലിരുന്ന് ഉരുള കയ്യിൽ പിടിച്ചിരിക്കുന്ന സഖാക്കൾ എല്ലാം പഴയ പോലെ തന്നെ. സുദാമാവിൻ്റെ കവിളത്തെ കാക്കപ്പുള്ളി പോലും അതുപോലെയുണ്ട്. കൃഷ്ണനും ഗോക്കളും വന്നപ്പോൾ ഗോപകുട്ടികൾക്കും ഉത്സാഹമായി. അവർ കൈക്കുമ്പിളിൽ യമുനാ നദിയിലെ വെള്ളമെടുത്ത് കൈ കഴുകി യമുനാജലം കുടിച്ചു. പല കളികളും കളിച്ചു. വെയിലാറിയപ്പോൾ പശുക്കൂട്ടങ്ങളെയും തെളിച്ച് വ്രജത്തിലെത്തി. ഗോപസ്ത്രീകൾക്ക് ആ പശുക്കളോട് മുമ്പ് തോന്നാത്ത ഒരു മമത തോന്നി. വല്ലാത്ത ഒരു ആത്മബന്ധം. അവർ പശുക്കളെ തൊട്ട് തലോടി ചേർന്നു നിന്നു. പുല്ലും കാടിയും കൊടുത്തു. സ്വന്തം മക്കളെ കണ്ടപ്പോഴും അന്നവർക്ക് വല്ലാത്ത പ്രിയം തോന്നി. അവരെ കെട്ടിപ്പിടിച്ചു തന്നെ നിന്നു. ഗ്രാമത്തിൻ്റെ അറ്റത്ത് താമസിക്കുന്ന നീരജയ്ക്ക് മകനെ കണ്ടപ്പോൾ മുല ചുരന്നൊഴുകുവാൻ തുടങ്ങി. കൃഷ്ണനോട് തോന്നുന്ന പോലെ. ആ ഗോപസ്ത്രീകളുടെ പുരുഷന്മാർക്കും സ്വഭാവത്തിൽ മാറ്റങ്ങൾ വന്നു. മക്കളോട് അവർക്ക് വാത്സല്യത്തെക്കാൾ അധികം ആദരവാണുണ്ടായത്. ഇവർക്ക് ഇത്ര പെട്ടെന്നെന്തേ ഇങ്ങനെയൊരു മാറ്റം? ഒന്നും മനസ്സിലാവുന്നില്ല. കൂടുതൽ ആലോചിക്കാൻ തുടങ്ങുമ്പോഴതാ നന്ദവ്രജത്തിൽ നിന്നും ഒരു വേണുഗാനം കേൾക്കുന്നു. ആ നാദധാര അവരുടെ മനസ്സിനെ മറ്റൊരു തലത്തിലേക്ക് മെല്ലെ ഉയർത്തി.
കൃഷ്ണൻ സൃഷ്ടിച്ച ഈ മായക്കളിയെപ്പറ്റി അറിയാതെ വൃന്ദാവനം ഉല്ലാസത്തോടെ തന്നെ കഴിഞ്ഞു. ആ സംഭവം കഴിഞ്ഞ് 1 കൊല്ലം ആവാൻ 6 ദിവസമുള്ളപ്പോൾ ബലരാമൻ പശുക്കളെ മേയിച്ച് ഗോവർദ്ധനത്തിൻ്റെ ചരിവിൽ നിൽക്കുകയായിരുന്നു. താഴെ അകലെ വ്രജങ്ങൾ കാണാം. മേഞ്ഞുകൊണ്ടിരുന്ന പശുക്കൾ ഗോകുലത്തിലേക്ക് നോക്കുന്നത് കണ്ടു. അവർ നിർനിമേഷരായി നോക്കുകയാണ്. ബലരാമനും അങ്ങോട്ട് നോക്കി. ഇവരെന്താണ് കാണുന്നത്? മുലകുടി മാറിയ പശുക്കുട്ടികൾ മുറ്റത്ത് പുല്ല് തിന്ന് നടന്നിരുന്നു. ഉടനെ പശുക്കൾ മറ്റൊന്നും നോക്കാതെ കല്ലും മുള്ളും ചാടിക്കടന്ന് ഗോകുലത്തിലേക്ക് ഓടി. ബലരാമൻ തടഞ്ഞിട്ടും അവ നിന്നില്ല. പശുക്കളെയെല്ലാം കണ്ട ഉടനെ പശുക്കുട്ടികൾ ഓടി വന്ന് മുട്ടിയിരുമലും നക്കിത്തുവർത്തലും വാലുകൊണ്ടുഴിയലും. സ്നേഹപ്രകടനത്തിൻ്റെ തിരക്ക്. ബലരാമന് മനസ്സിലായില്ല, എന്തേ ഇത്? മുലകുടി മാറിയ കുട്ടികളോട് പശുക്കൾക്ക് ഇങ്ങനെ വാത്സല്യം പതിവില്ലല്ലോ. ബലരാമന്റെ സംശയം വളർന്നു. ഇത് അസുരന്റെ മറ്റു മായയാണോ? രാമൻ അവിടെ തന്നെ നിവർന്നിരുന്ന് സ്വന്തം യോഗവിദ്യയെ ഉണർത്തി. അപ്പോൾ ആ മഹാത്ഭുതം ബലരാമനും കണ്ടു. പശുക്കളും ഗോപന്മാരുമെല്ലാം ശംഖചക്ര ഗദാധാരികളായ വിഷ്ണുവിൻ്റെ അംശങ്ങൾ. ബലരാമൻ ആദരവോടെ കുറേ നേരം നോക്കിയിരുന്നു. കൃഷ്ണൻ അടുത്തു വന്നപ്പോൾ അതിൻ്റെ സത്യസ്ഥിതി എന്താണെന്ന് അന്വേഷിച്ചു. ബ്രഹ്മാവിൻ്റെ മായാപ്രയോഗമാണെന്ന് മനസ്സിലാവുകയും ചെയ്തു. ബലരാമൻ അറിഞ്ഞു, മനസ്സിൻ്റെ നൈർമല്യം കൊണ്ട് മനുഷ്യന് പ്രപഞ്ച രഹസ്യങ്ങളെ കാണാൻ കഴിഞ്ഞേക്കാം. എന്നാൽ യഥാർത്ഥ സത്യം അറിയുവാൻ ഗുരുവിൻ്റെ ഉപദേശം തന്നെ വേണം. അന്ധക്കരണം ശുദ്ധമാകുമ്പോൾ ഭഗവാൻ സ്വയം ഒരു സ്വരൂപേണ വന്നെത്തുന്നു. ബ്രഹ്മാവിൻ്റെ ഒരു നിമിഷമാണ് മനുഷ്യൻ്റെ 1 കൊല്ലം. ഗോപബാലരെയും ഗോക്കളെയും മറച്ചുവെച്ച് ബ്രഹ്മാവ് ഒന്ന് ചിരിച്ചു. അപ്പോൾ തന്നെ ഭൂമിയിലേക്കൊന്ന് നോക്കി. അവിടുത്തെ നേരം പോക്കിനി അല്പം കാണാം. എന്നാൽ ഭൂമിയിൽ നോക്കുമ്പോൾ കാണുന്നത് എന്താണ്? അവിടെ ഒരു നേരം പോക്കുമില്ല. പച്ചപ്പുല്ല് തിന്ന് മേഞ്ഞു നടക്കുന്ന കാലിക്കൂട്ടങ്ങൾ. അതാ അതുപോലെ തന്നെയുണ്ട്. ഉത്സാഹഭരിതരും സന്തുഷ്ടരുമായ ഗോപബാലരും അവിടെ തന്നെയുണ്ട്. അവരെയെല്ലാം നർമ്മസല്ലാപങ്ങളാൽ ആനന്ദിപ്പിച്ചും രക്ഷിച്ചും നടക്കുന്ന കൃഷ്ണനുമുണ്ട്. ബ്രഹ്മാവ് പിന്നെയും പിന്നെയും നോക്കി. ഇതെങ്ങനെ? തൻ്റെ മായാപ്രയോഗം വൃഥാവിലായല്ലോ. അങ്ങനെ ബ്രഹ്മാവ് ഒന്നുകൂടി നോക്കിയപ്പോൾ മായ ബ്രഹ്മാവിനെയാണ് ബാധിച്ചതെന്നും തോന്നി. ഏതാണ് താൻ മറച്ച പശുക്കളും ഗോപന്മാരും? ആരാണ് ഇപ്പോൾ ഇവിടെ കാണുന്നവർ? ഇതിലേതാണ് യഥാർത്ഥം? വേർതിരിക്കുവാൻ കഴിയാതെ ബ്രഹ്മാവ് ആകെ കുടുങ്ങിയപ്പോൾ വൃന്ദാവന വിഹാരി കൃഷ്ണൻ മെല്ലെ മന്ദഹസിച്ചു. അപ്പോൾ അതാ ഒരു മഹാത്ഭുതം. ഗോപന്മാരും പശുക്കളും എന്ന് വേണ്ട അവരുടെ ചുറ്റുമുള്ള മരങ്ങളും വള്ളികളും പുല്ലുപോലും പീതാംബരധാരികളും ശ്രീവത്സ കൗസ്തുഭ വനമാലാധാരികളും ശംഖുചക്ര ഗദാധാരികളുമായി കാണപ്പെടുന്നു. മാത്രമല്ല അവരുടെയൊക്കെ ഒപ്പം ഹംസാരൂഢനായ ബ്രഹ്മാവിനെയും കാണുന്നു. കൃഷ്ണനല്ലാതെ ഇവിടെ മറ്റൊന്നുമില്ല എന്നറിയുന്നു. വിശ്വാസം വരാതെ ബ്രഹ്മാവ് സ്വന്തം ശരീരത്തിലേക്ക് നോക്കി. ഉവ്, താൻ ഇവിടെ തന്നെയുണ്ട്. വീണ്ടും മുൻപിലേക്ക് നോക്കിയപ്പോഴോ ഓരോ പശുവിൻ്റെയും ഗോപാലൻ്റെയും ചുറ്റും വേറെ വേറെ ബ്രഹ്മാവും ശിവനും. അവർ വൈഷ്ണവ രൂപത്തെ മാത്രം ചൊല്ലി ഉപാസിക്കുന്നു. എല്ലാം കണ്ട് ബ്രഹ്മാവ് തളർന്നു. അപ്പോഴതാ വല്ലാതെ തളർന്ന ബ്രഹ്മാണ്ടത്തെ സൃഷ്ടിക്കുന്ന ബ്രഹ്മാവ് അനേകം രൂപമെടുത്ത് ഇവിടുത്തെ ഓരോ വൈഷ്ണവ മൂർത്തിയെയും വണങ്ങി നിൽക്കുന്നു. അതും കൂടി കണ്ടപ്പോൾ ബ്രഹ്മാവിൻ്റെ എല്ലാ അഹംബോധവും നശിച്ചു. ആ വൈഷ്ണവ രൂപങ്ങളെല്ലാം മെല്ലെ ഒന്നായി ഒരു കൃഷ്ണരൂപമാവുന്നതും ബ്രഹ്മാവ് കണ്ടു. അപ്പോൾ കൃഷ്ണൻ ഒന്നുകൂടി മന്ദഹസിച്ചു. അതോടെ ബ്രഹ്മാവിൻ്റെ മായയും അകന്നു. ബ്രഹ്മാവ് ഹംസവാഹനത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ചാടിയിറങ്ങി. കയ്യിൽ ചോറുരുളയുമായി പശുക്കളെ അന്വേഷിച്ച് നടക്കുന്ന വൃന്ദാവന വിഹാരിയുടെ കാൽക്കൽ വീണ്ടും വീണ്ടും നമസ്കരിച്ച് സ്തുതിച്ചു. ബ്രഹ്മാവ് സ്തുതിയൊക്കെ കഴിഞ്ഞു പോയപ്പോൾ കൃഷ്ണൻ പശുക്കളെയും കൊണ്ട് യമുനാ പുളിനത്തിലേക്ക് നടന്നു. അവിടെ തൻ്റെ സഖാക്കൾ കൃഷ്ണനെ കാത്തിരിക്കുകയായിരുന്നു. അവർ 1 കൊല്ലം പോയതറിഞ്ഞില്ല. കൃഷ്ണനെയും പശുക്കളെയും കണ്ടപ്പോൾ അവർ ഊണ് നിർത്തി എഴുന്നേറ്റു. വേഗം വന്നല്ലോ, വരൂ കൃഷ്ണ, ഇരിക്കൂ. അവർ കൃഷ്ണനെ അടുത്ത് പിടിച്ചിരുത്തി. ഊണ് കഴിഞ്ഞ് അവർ പല കളികളും കളിച്ചു. കാട്ടിൽ ഓടി കളിക്കുമ്പോഴാണ് പെരുമ്പാമ്പായി വന്ന അഘാസുരൻ്റെ മല പോലത്തെ ശരീരം അവർ വീണ്ടും കണ്ടത്. സുധാമാവാണ് ചോദിച്ചത്, നോക്കൂ കൃഷ്ണ, ഇത് നമ്മൾ രാവിലെ കൊന്ന പെരുമ്പാമ്പല്ലേ? ഇത്ര വേഗം ഇത് ഉണങ്ങി ഇങ്ങനെ ചുക്കിച്ചുളുങ്ങിയോന്ന്. വലിയ അത്ഭുതം തന്നെയല്ലേ? അപ്പോൾ ഒന്നും അറിയാത്തവനെ പോലെ കൃഷ്ണൻ ഒന്ന് ചിരിച്ചു. അവൻ തന്നെ ഒരു അത്ഭുതമല്ലേ, പിന്നെ ശരീരം എങ്ങനെ അത്ഭുതമല്ലാതിരിക്കും? കൃഷ്ണൻ ചോദിച്ചു. പകുതി പേടിച്ചും പകുതി ഇങ്ങനെ ഉശിര് കാട്ടിയും കുട്ടികളെല്ലാവരും ആ പെരുമ്പാമ്പിനടുത്ത് ചെന്നു. അത് കാറ്റത്ത് കിലുകിലേ ഇളകുന്നുണ്ട്. കൃഷ്ണൻ അകലെ നിന്നുകൊണ്ട് വിളിച്ചു, വരിൻ കൂട്ടരെ, നമുക്ക് തിരിച്ചു പോവാം, ഗോക്കളെയും വിളിക്കിൻ.
അങ്ങനെ ഗോപകുമാരന്മാർ സ്വന്തം ഗോക്കളെ പേരെടുത്ത് വിളിച്ചുകൊണ്ടിരുന്നു. പക്ഷേ അവ കേട്ട ഭാവം നടിച്ചില്ല. രസമായി പുല്ല് നിന്ന് നടക്കുകയാണ്. കൃഷ്ണൻ ഒരു സൂത്രം പ്രയോഗിച്ചു. മഞ്ഞപ്പട്ടിനടിയിൽ അരയിൽ തിരുകി വെച്ചിരുന്ന ഓടക്കുഴലെടുത്ത് മെല്ലെ ഒന്ന് ഊതി. അപ്പോൾ കാലിക്കൂട്ടങ്ങൾ ഓടിച്ചാടി എത്തി. എല്ലാവരും കൂടി വീടുകളിലേക്ക് തിരിച്ചുപോയി. അവിടെ ഓരോ വീട്ടുവാതുക്കലും ഗോപസ്ത്രീകൾ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. കൃഷ്ണന്റെ വേണുഗാനം കേൾക്കുന്നുണ്ട്. എത്തി വലിഞ്ഞു നോക്കുമ്പോൾ അതാ പശുക്കുളമ്പുകൾ അമർന്ന പൊടിപടലം, പിന്നെ കാലിക്കൂട്ടം, അതിനു പുറകെ ഓടക്കുഴലൂതി വരുന്ന കൃഷ്ണൻ. ഹോ, ആ വരവിന് എന്തൊരു ഭംഗിയാണ്! പോക്കുവെയിൽ തട്ടി ആ നീലക്കാർമുകിൽ വർണ്ണം ഒന്നുകൂടി ശോഭിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് ചുണ്ടിൽ നിന്ന് ഓടക്കുഴലെടുത്ത് കൃഷ്ണൻ സഖാക്കളെയും പശുക്കളെയും പേരെടുത്ത് വിളിച്ച് ഓരോന്ന് പറയുന്നുമുണ്ട്. ഗോപികമാർക്ക് അവിടെ നിൽപ്പുറച്ചില്ല. അവർ ഒന്നിച്ച് കൃഷ്ണന്റെ അടുത്തേക്ക് ഓടിയെത്തി. മക്കളെ കാണണം എന്നല്ല തോന്നിയത്, മക്കൾ തന്നിൽ നിന്നുണ്ടായവർ തന്നെ. എന്നാൽ കൃഷ്ണനോ സ്വന്തം ആത്മാവു തന്നെ. വ്രജത്തിന്റെ അടുത്തേക്ക് നീങ്ങുമ്പോൾ ഗോപകുമാരന്മാർ ആർത്തിങ്ങനെ വിളിച്ചു. ഇന്ന് കാട്ടിൽ ഒരു അത്ഭുതമുണ്ടായി. ഒരു കൂറ്റൻ പെരുമ്പാമ്പിൽ നിന്ന് കൃഷ്ണൻ ഞങ്ങളെ രക്ഷിച്ചു. പെരുമ്പാമ്പോ? അമ്മമാർ അമ്പരന്നു. അതെ, പെരുമ്പാമ്പ് തന്നെ. അത് ഞങ്ങളെയൊക്കെ വിഴുങ്ങി. പക്ഷേ കൃഷ്ണൻ... അവർ അത്രത്തോളം പറഞ്ഞെത്തിയപ്പോൾ കൃഷ്ണൻ വേഗം ഓടക്കുഴലെടുത്ത് നീട്ടി ഊതി. ആ രാഗലയത്തിൽ എല്ലാവരും മയങ്ങിപ്പോവുകയും ചെയ്തു. മറ്റൊരു ദിവസം ഗോപകുമാരന്മാരും രാമകൃഷ്ണന്മാരും ഉത്സാഹത്തോടെ കാട്ടിലേക്ക് നടക്കുകയായിരുന്നു. കുട്ടികൾക്ക് കൃഷ്ണനോട് എന്തും ചോദിക്കാം, എന്തും പറയാം. കൃഷ്ണന് ദേഷ്യവുമില്ല, പരിഭവവുമില്ല. ഒരു പൂമ്പാറ്റ പാറി വന്നപ്പോൾ സുദാമാവ് ചോദിച്ചു, ഇതിനെന്താ പേര്? കൃഷ്ണന് സംശയമില്ല, വിമലാംഗി. എന്തിനാ അത് വരുന്നത്? അതിനിഷ്ടം ഈ തെച്ചിക്കുലയിലെ തേനാണ്. നോക്കൂ, അത് തെച്ചിക്കുല തിരഞ്ഞു പോകുന്നത്. കുട്ടികൾ അത് ശരിയാണെന്ന് തലകുലുക്കി. തൊട്ടടുത്താണ് ബലരാമൻ നിന്നിരുന്നത്, നല്ല അറിവുള്ളവൻ. എന്നിട്ടും തൻ്റെ കൂട്ടുകാർ ഏട്ടനെ മാനിക്കാത്തതെന്തെന്ന് കൃഷ്ണന് തോന്നി. അപ്പോഴേക്ക് ഒരു വണ്ട് മൂളി മൂളി ബലരാമന് ചുറ്റും പറക്കാൻ തുടങ്ങി. അത് രാമൻ്റെ കാലടികളിൽ വന്നിരുന്നു. ഉടനെ ഉത്സാഹത്തോടെ കൃഷ്ണൻ പറഞ്ഞു, ഹായ്, നോക്കൂ, ഇത് ഏട്ടൻ്റെ ഗുണഗണങ്ങൾ വർണ്ണിക്കുന്നത് കേട്ടില്ലേ? ശേഷനാഗത്തെ പോലെ ബലവാനാണ് അങ്ങ് എന്നാണ് ഈ വണ്ട് പറയുന്നത്. അപ്പോൾ സുദാമാവ് കണ്ണു തുറിച്ച് അന്തം വിട്ടു നിന്നു. ശരിയാണോ കൃഷ്ണ? അതേന്ന്, വണ്ട് പറയുന്നത് നിങ്ങളൊക്കെ കേട്ടതല്ലേ? വണ്ടെന്തിനാ ബലരാമൻ്റെ കാലിൽ വന്നിരുന്നത്? സുഹൃതനാണ് ചോദിച്ചത്. നോക്കൂ, ഏട്ടൻ്റെ കാലടികൾ താമര ഇതളിൻ്റെ നിറം. താമരമൊട്ടിലെ മധു നുകരാം എന്ന് വണ്ടു വിചാരിച്ചു കാണും. ശരിയാണ് കേട്ടോ. ബലരാമൻ്റെ കാലടികളുടെ ഒരു ഭംഗി സുഹൃതൻ അത്ഭുതം കൂറി. അപ്പോൾ സ്തോക കൃഷ്ണൻ്റെ മുന്നിൽ വന്ന് അഭിപ്രായം വിളമ്പി. ഇന്നലെ ഓടിക്കളിച്ച് ക്ഷീണിച്ച് രാമൻ എൻ്റെ മടിയിൽ തലവെച്ച് കിടന്നപ്പോൾ എനിക്ക് ഇയാളുടെ കനം താങ്ങാൻ കഴിഞ്ഞില്ല. അപ്പോൾ കൃഷ്ണൻ വന്ന് രാമൻ്റെ കാലടികൾ തലോടിയപ്പോൾ പെട്ടെന്ന് കനം കുറയുകയും ചെയ്തു. രാമൻ്റെ കാലടികളെ പോലെ ഭംഗിയുള്ളതാണ് കൃഷ്ണൻ്റെ കൈപ്പടങ്ങളും. കൂട്ടത്തിൽ പ്രായം കൂടിയ സുദാമാവിന് എപ്പോഴും വിശപ്പാണ്. കാട്ടിലെത്തിയാൽ പഴങ്ങൾ തിന്നണം. കൃഷ്ണൻ സുദാമാവിൻ്റെ വിശപ്പറിഞ്ഞുകൊണ്ട് തന്നെ ധാരാളം പഴങ്ങൾ പറിച്ചു കൊടുക്കാറുണ്ട്. ഇന്നിപ്പോൾ സുദാമാവിന് മറ്റൊരു മോഹമാണ്. കൃഷ്ണ, വൃന്ദാവനത്തിൽ നല്ലൊരു താലവനമില്ലേ? ആ പനമ്പഴത്തിന് എന്തൊരു സ്വാദാണ്, നമുക്കത് തിന്നാം. കൃഷ്ണൻ്റെ മഞ്ഞപ്പട്ടിൽ കുത്തിത്തറച്ചു നിന്നിരുന്ന ചെറിയ ഏപ്പപ്പുല്ലുകൾ ഇങ്ങനെ എടുത്തു കളയുന്ന സുബലൻ അത് കേട്ട് മുഖം തിരിച്ചു. ഈ സുദാമാവിന് ബുദ്ധിഭ്രമം വന്നുവോ? ആ താലവനത്തിലല്ലേ 100 ആനയുടെ ശക്തിയുള്ള തേനുകാസുരൻ? നമ്മളെ മുഴുവൻ ഒന്നിച്ച് വിഴുങ്ങും അവൻ. ഓ, എന്ത് തേനുകൻ! രാമനോളം ശക്തിയൊന്നും ഒരു തേനുകനും ഉണ്ടാവില്ല. എങ്കിൽ പിന്നെ അത് നടക്കട്ടെ. സുബലൻ പിൻവാങ്ങി. ഭരതൻ കൃഷ്ണന്റെ മുഖത്തേക്കാണ് നോക്കിയത്. അവിടെ എന്ത് ഭാവമാണ്! വിസമ്മതവുമില്ല, സമ്മതവുമില്ല. സുദാമ കൃഷ്ണനോട് ചോദിച്ചു, എന്താ മിണ്ടാത്തത്? എനിക്ക് പനമ്പഴം തിന്നാൻ തോന്നുന്നു. താലവനത്തിൽ പോയാലോ കൃഷ്ണ? പോവാം, ഏട്ടൻ കൂടെയുണ്ടല്ലോ അല്ലേ? കൃഷ്ണൻ ഏട്ടനെ ഇങ്ങനെ ഒളിഞ്ഞു നോക്കി. എല്ലാവരും കൂടി താലവനത്തിലേക്കുള്ള വഴിക്ക് തിരിഞ്ഞു. കുറച്ച് നടന്നപ്പോഴേക്ക് സുദാമാവ് മൂക്കു വിടർത്തി വാസനിച്ച് ഉത്സാഹവാനായി. ഹായ്, പനമ്പഴത്തിൻ്റെ വാസന വരുന്നു ഇല്ലേ കൃഷ്ണ? ഉവ്, വാസന വരുമ്പോൾ തന്നെ തിന്നാൻ തോന്നുന്നു. അങ്ങനെ എല്ലാവരും വേഗം നടന്നു. വനത്തിലെത്തിയ ഉടൻ ബലരാമൻ താലമരങ്ങൾ പിടിച്ചു കുലുക്കുവാൻ തുടങ്ങി. പഴങ്ങൾ തുരുതുരെ വീണപ്പോൾ ഗോപക്കുട്ടികൾ ഓടി നടന്ന് പഴങ്ങൾ പെറുക്കി തിന്ന് മതിച്ചു. തേനുകൻ എന്ന കൂറ്റൻ കഴുത താലവനത്തിൽ ഒരിടത്ത് കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു. ബഹളം കേട്ട് അത് ഉണർന്നു. രോഷത്തോടെ പാഞ്ഞു വന്ന് മരം പിടിച്ചു കുലുക്കുന്ന ബലരാമൻ്റെ പിന്നിൽ കുത്തി. ബലരാമൻ അതിനെ തള്ളി താഴെയിട്ടു. അപ്പോഴത് വീണ്ടും എഴുന്നേറ്റ് പിൻകാലുകൾ കൊണ്ട് ബലരാമനെ ചവിട്ടി വീഴ്ത്താൻ നോക്കി. ബലരാമൻ കഴുതയുടെ പിൻകാലുകൾ കൂട്ടിപ്പിടിച്ച് ആകാശത്തിൽ 4 ചുഴറ്റി ചുഴറ്റി വലിച്ചെറിഞ്ഞു. തേനുകൻ മരിച്ചു കഴിഞ്ഞിരുന്നു.
ഈ അത്ഭുത കാഴ്ച ശ്വാസം പിടിച്ച് നോക്കി നിൽക്കുകയായിരുന്നു ഗോപകുമാരന്മാർ. ഒരാശ്വാസത്തിന് അവർ കൃഷ്ണന്റെ മുഖത്ത് നോക്കുന്നുണ്ട്. കൃഷ്ണൻ എങ്ങോട്ടാണ് നോക്കുന്നത് മനസ്സിലാവുന്നില്ല. അടുത്തു നിന്നിരുന്ന സുധാമാവ് കൃഷ്ണനെ തന്നെ പിടിച്ചുകൊണ്ട് പേടിച്ചു നിന്നു. തേനുകൻ മരിച്ചുവെന്ന് തീർച്ചയായപ്പോൾ കുട്ടികൾ ബലരാമന്റെ അടുത്തേക്ക് ഓടി അഭിനന്ദിക്കാനും കെട്ടിപ്പിടിക്കാനുമായിരുന്നു. എന്നാൽ അപ്പോൾ തന്നെ അകലെ നിന്ന് അനേകം കഴുതകൾ ഒന്നിച്ചു വരുന്ന വികൃത ശബ്ദം കേട്ടു തുടങ്ങി. കൃഷ്ണൻ കൂട്ടുകാരെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു, വേണ്ട സുബല സുഹൃത ചഞ്ചല, ഇവിടെ വരൂ, ഇവിടെ തന്നെ നിൽക്കൂ. അവർ തിരിച്ച് ഓടിയെത്തും മുൻപ് തന്നെ 100 കഴുതകൾ കൂട്ടങ്ങളായി വന്ന് ആർത്തിരമ്പി ആക്രമിക്കാൻ തുടങ്ങി. കൃഷ്ണൻ മഞ്ഞപ്പെട്ട് മുറുക്കി ചുറ്റി. എന്നിട്ട് ഓടക്കുഴലും കൊമ്പും കാലിക്കോലും സുധാമാവിനെ ഏൽപ്പിച്ചു. ബലരാമന്റെ അടുത്തേക്ക് ഓടി. സുധാമാവിന്റെ ശ്വാസം മേൽപോട്ടായി. കൃഷ്ണൻ ഓടിപ്പോയത് ആ കഴുതകളുടെ കൂട്ടത്തിലേക്കാണല്ലോ. കുട്ടികളെല്ലാം കൂടി ഉറക്കെ കരയലും ബഹളവുമായി കൃഷ്ണ രാമ കൃഷ്ണ രാമ എന്ന് വിളിച്ചുകൊണ്ട്. എന്നാൽ ക്ഷണനേരം കൊണ്ട് ബലരാമനും കൃഷ്ണനും കൂടി ആ കഴുതകളെയെല്ലാം അടിച്ചു വീഴ്ത്തി. മേലൊക്കെ ചോരയും പൊടിയും അണിഞ്ഞ് ഓടിവരുന്ന രാമകൃഷ്ണന്മാരെ ഗോപകുമാരന്മാർ ആർത്തു വിളിച്ചു സ്വീകരിച്ചു. എന്നിട്ട് അവർ പാട്ടുപാടി രാമകൃഷ്ണന്മാരുടെ ചുറ്റും നിന്ന് നൃത്തം തുടങ്ങി. അപ്പോൾ മരങ്ങളിൽ നിന്ന് ചാടിയിറങ്ങിയ കുരങ്ങന്മാരും അണ്ണാറക്കണ്ണനും അവരുടെ കൂടെ കൂടി. പക്ഷികൾ ചിലച്ച് ചുറ്റും വന്നിരുന്നു. ഉത്തരീയം കൊണ്ട് വിയർപ്പ് തുടയ്ക്കുമ്പോൾ ബലരാമൻ ആശ്വാസത്തോടെ പറഞ്ഞു, ഇനി ഏതായാലും കഴുത ശല്യമില്ലല്ലോ. ആർക്കും ഇവിടെ വന്ന് ഇഷ്ടം പോലെ ഇളനീർ കുടിക്കാം, മാമ്പഴം തിന്നാം. രാമകൃഷ്ണന്മാരും ഗോപിക്കുട്ടികളും പശുക്കളെ കൂട്ടി തിരിച്ചു വരുമ്പോൾ വഴിക്ക് വെച്ച് തന്നെ ഗോപസ്ത്രീകളെ കണ്ടുമുട്ടി. കൃഷ്ണനാണ് ആദ്യം കണ്ടത്. അല്ല, നിങ്ങൾ എന്തിനാണ് ഈ കാട്ടിലേക്ക് വരുന്നത്? നാട്ടിലിരുന്ന് മടുത്തുവോ? കൃഷ്ണനെ കണ്ടതോടെ അവർ പെട്ടെന്ന് നിന്നു. അവരുടെ മുഖം വികസിച്ചു. ചാരുദത്തൻ്റെ അമ്മയായ സുശീല 1-2 നിമിഷം കൃഷ്ണനെ തന്നെ നോക്കി നിന്നു. പിന്നെ ഓടി വന്ന് കെട്ടിപ്പിടിച്ചു. അപ്പോൾ മറ്റുള്ളവരും. അവർ ദീനരായി വിലപിക്കും പോലെ പറഞ്ഞു, ഞങ്ങൾക്ക് വയ്യ കൃഷ്ണ, കൃഷ്ണനെ കാണാതെ വയ്യ. ഞാൻ രാവിലെ പോയതല്ലേയുള്ളൂ. ഏത് രാവിലെ? ഞങ്ങൾക്ക് അനേക വർഷങ്ങൾ പിരിഞ്ഞിരിക്കുന്നു എന്നാണ് തോന്നുന്നത്. അവർ കൃഷ്ണനെ കെട്ടിപ്പിടിച്ച് നിൽക്കുമ്പോൾ സുബലൻ ചോദിച്ചു, അമ്മമാരെ, നിങ്ങളൊരു കാര്യം അറിഞ്ഞുവോ? അപ്പോഴേക്ക് മറ്റു കുട്ടികളെല്ലാം കൂടി തേനുകാസുരനും കഴുതകളും കൊല്ലപ്പെട്ട കഥകളും പറഞ്ഞു തുടങ്ങി. കഥ മുഴുമിക്കും മുമ്പ് തന്നെ അവരെല്ലാം ഗോകുലത്തിലെത്തി. നന്ദവ്രജത്തിന്റെ മുന്നിൽ തന്നെ യശോദയും രോഹിണിയും നിന്നിരുന്നു. അവർ രാമകൃഷ്ണന്മാരെ ഏറ്റുവാങ്ങി പശുക്കളെ തൊഴുത്തിലാക്കി. അകത്ത് കടക്കും മുമ്പ് കൃഷ്ണൻ തിരിഞ്ഞു നിന്ന് ഗോപസ്ത്രീകളെ ഒന്ന് നോക്കി. അത് യശോദാരോഹിണിമാരോ ഗോപകുമാരന്മാരോ കണ്ടില്ല. എന്നാൽ ഗോപസ്ത്രീകളാവട്ടെ ആ കടാക്ഷത്തിന്റെ ബലത്തിൽ രാത്രി സ്വസ്ഥമായി ഉറങ്ങി. രാമകൃഷ്ണന്മാരും ഗോപന്മാരും ഉത്സാഹത്തോടെ പശുപാലനം ചെയ്ത് കഴിയുന്നതിനിടയിൽ ഒരു ദിവസം രാമൻ കാട്ടിൽ വന്നില്ല. വയറിന് സുഖമില്ലെന്ന് പറഞ്ഞ് വ്രജത്തിൽ മൂടിപ്പുതച്ച് കിടന്നു. കൃഷ്ണൻ സുധാമാവിനോട് സ്വകാര്യമായി പറഞ്ഞു, ഏട്ടൻ ഇന്നലെ രാത്രി പുതുമഴ പെയ്തപ്പോൾ മുറ്റത്തിറങ്ങി മണ്ണ് തിന്നിരിക്കുന്നു. സുധാമാവ് അമ്പരന്ന് പോയി. നാഗങ്ങളല്ലേ പുതുമണ്ണ് തിന്നുക? അപ്പോൾ ബലരാമൻ അനന്തൻ്റെ അവതാരമാണ്. നാഗങ്ങൾക്ക് പുതുമണ്ണിനോട് വല്ലാത്തൊരു ആർത്തിയുണ്ടത്രേ. അപ്പോൾ സുധാമാവിൻ്റെ ഈ ചോദ്യത്തിന് കൃഷ്ണൻ കണ്ണിറക്കിയിട്ട് ഒന്ന് മന്ദഹസിച്ചതേ ഉള്ളൂ. പിന്നെ വേഗം കൂട്ടുകാരോടൊപ്പം കാട്ടിൽ കയറി. കുറേ നടന്നപ്പോഴേക്കും എല്ലാവർക്കും ദാഹം തുടങ്ങി. കൃഷ്ണനും സുധാമാവും കുറേ പിന്നിലായിരുന്നു. കാളിന്തിയുടെ വീതി കുറഞ്ഞ ഒരു തീരത്തെത്തിയപ്പോൾ പശുക്കൾ ആർത്തിയോടെ വേഗം വേഗം വെള്ളം കുടിച്ചു. അപ്പോൾ അവരുടെ പിന്നാലെ വന്നിരുന്ന ദാഹാർത്തരായ ഗോപക്കുട്ടികളും കാളിന്തിയിൽ ഇറങ്ങി മുഖം കഴുകുകയും വെള്ളം കുടിക്കുകയും ചെയ്തു. കുടിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് തോന്നി, ഈ വെള്ളത്തിന് എന്താണൊരു ദുസ്വാദ്. കയ്യിലെടുത്തപ്പോൾ എന്തോ ഒരു ദുർഗന്ധവും. പശുക്കൾ നിസ്സഹായരായി ഗോപക്കുട്ടികളെ നോക്കി. അപ്പോഴേക്കും പശുക്കൾ അവിടെ കുഴഞ്ഞു വീഴാനും തുടങ്ങി. ഗോപകുമാരന്മാർക്കും കൈയും കാലും കുഴഞ്ഞു. അവർ നാലുപാടും നോക്കി ഉറക്കെ വിളിച്ചു, കൃഷ്ണ കൃഷ്ണ എന്ന്. അപ്പോഴേക്കും അവരും വീണു. അങ്ങനെ കൃഷ്ണനും സുധാമാവും അവരെ അന്വേഷിക്കുകയായിരുന്നു. വിളി കേട്ട് കൃഷ്ണൻ പരിഭ്രമിച്ചു ഓടി. സുധാമ അവർ കാളിന്തിയുടെ വക്കത്താണ് എത്തിയത്. അവർ ആ വെള്ളം കുടിച്ചിരിക്കുമോ? അതിവേഗം കൃഷ്ണൻ കാളിന്തി തീരത്തെത്തിയപ്പോൾ അവിടെ തലങ്ങും വിലങ്ങും കിടക്കുകയാണ് തൻ്റെ കൂട്ടുകാരും പ്രിയപ്പെട്ട പശുക്കളും. സുധാമാവിന് കൃഷ്ണന്റെ ഒപ്പം ഓടിയെത്താൻ കഴിഞ്ഞില്ല. അകലെ നിന്ന് അയാൾ ആ കാഴ്ച കണ്ട് അമ്പരന്നു. ഒരു കൂറ്റൻ പക്ഷി അതാ ചിറകടിച്ചു വരുന്നു. അത് കൃഷ്ണന്റെ അടുത്ത് വന്നിറങ്ങി വണങ്ങുന്നു. പിന്നെ വീണ് കിടക്കുന്നവരെ കൊക്കുകൊണ്ടും ചിറകുകൊണ്ടും തലോടുന്നു. കൃഷ്ണന്റെ അനുഗ്രഹത്തോടെ പക്ഷി തിരിച്ചു പോകുന്നു. പക്ഷിയുടെ ചിറകടി വെച്ച് അകന്നു. അപ്പോഴതാ വീണ് കിടക്കുന്ന സഖാക്കളും പശുക്കളും കണ്ണുമിഴിക്കുന്നു. എഴുന്നേറ്റ് നിൽക്കുന്നു. അവരെ കൃഷ്ണൻ ആഞ്ഞു പുലുകിക്കൊണ്ട് ചോദിച്ചു, നിങ്ങൾ എന്താണ് ഈ കാണിച്ചത്? ഇവിടെ ജനവാസമില്ലെന്ന് കാണുന്നില്ലേ? പുല്ല് പോലും മുളയ്ക്കില്ലിവിടെ. ആരും ഇവിടെ വരാറുമില്ല. ഈ ഭാഗത്ത് കാളിയൻ പാമ്പ് കിടപ്പുണ്ട്. അവൻ്റെ വിഷം കൊണ്ട് മലിനമാണ് ഈ പ്രദേശം.
ഞങ്ങളത് അറിഞ്ഞില്ല കൃഷ്ണ. ദാഹം മൂത്തപ്പോൾ വെള്ളം കുടിച്ചുപോയി. കൃഷ്ണൻ വന്നില്ലായിരുന്നെങ്കിൽ എന്താവും സ്ഥിതി? അവർ കൃഷ്ണനെ തൊട്ടുനിന്നു. അപ്പോൾ പശുക്കൾ തിക്കി തിരക്കി കൃഷ്ണന്റെ കാലടികൾ നക്കുവാനും ശരീരത്തിൽ മുഖമിട്ടുരച്ച് സന്തോഷം കാണിക്കുവാനും തുടങ്ങി. കൃഷ്ണൻ ആ മിണ്ടാപ്രാണികളുടെ സ്നേഹം സ്വീകരിച്ച് അവയെ തൊട്ടു തലോടി. അവരെയെല്ലാം കൂട്ടി കാളിന്തി തീരത്ത് നടക്കുമ്പോൾ കൃഷ്ണൻ ഒരിടത്തു നിന്ന് കൈ ചൂണ്ടി കാണിച്ചു കൊടുത്തു. അങ്ങോട്ട് നോക്കൂ, അവിടെ ഒരു ചുഴി കാണുന്നില്ലേ? അതിലാണ് കാളിയൻ കിടക്കുന്നത്. അവൻ്റെ വിഷജ്വാല കാരണം ആ തീരത്തെ മരങ്ങൾ പോലും ഉണങ്ങിയത് നോക്കൂ. ശരിയാണ്, പക്ഷെ ഒരു മരം മാത്രം ഉണങ്ങാതെ നിൽക്കുന്നുണ്ടല്ലോ. ചഞ്ചലനാണ് സംശയിച്ചത്. കൃഷ്ണൻ ചിരിച്ചു. ചഞ്ചലന്റെ കണ്ണിന് നല്ല കാഴ്ചയാണല്ലോ. ആ മരത്തിന് അമൃതസ്പർശമുണ്ടായി, അതാണ് ഉണങ്ങാത്തത്. അപ്പോൾ ശ്രീകൃഷ്ണ കഥയുടെ 4ാമത്തെ ഭാഗം ഇവിടെ നിർത്തുന്നു. കുട്ടികൾക്കെല്ലാം ഈ കഥ അമ്മമാർ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ അടുത്ത ഭാഗം ഉടനെ തന്നെ നമുക്ക് വീണ്ടും കേൾക്കാം. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ.